ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും റൈസ് അപ്പ് ദാൽ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്ന ഓൾഡ് ജനറേഷൻ വേഴ്സസ് ന്യൂ ജനറേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ട് ന്യൂ ജനറേഷൻ മോശക്കാരാണ്, അല്ലെങ്കിൽ കൂടുതൽ ക്രിമിനൽസും അല്ലെങ്കിൽ കൊലപാതകം വരെ നടത്തുന്ന ഒരു ജനറേഷനാണെന്നുള്ളൊരു ചീത്തപ്പേരുണ്ട്. അല്ലെങ്കിൽ മൊത്തത്തിൽ വൃത്തികെട്ട പ്രവർത്തികൾ ചെയ്യുന്നൊരു വ്യക്തിത്വമുള്ള വ്യക്തികളാണെന്നുള്ളത് പലരും പറയുന്നു. എന്നാൽ ഓൾഡ് ജനറേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിറ്റ്ലർ, മുസോളിനി വലിയ കൊടും ക്രിമിനൽസുകൾ സൃഷ്ടിക്കപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഹിറ്റ്ലറിൻ്റെ പിതാവായിരുന്നു ഹിറ്റ്ലറിനെ അങ്ങനെ ആക്കിയത്. അദ്ദേഹത്തിൻ്റെ ക്രൂരത മുഖാന്തരമാണ് അയാൾ അങ്ങനെ ഒരു മനുഷ്യനായി തീർന്നത്. അപ്പോൾ ഒരിക്കലും ജനറേഷൻ അല്ല, മനുഷ്യൻ തന്നെയാണ്. ഏതൊരു മനുഷ്യനാണേലും ആ മനുഷ്യന് കുഞ്ഞായിട്ട് ജനിക്കുമ്പോൾ ആരും തെറ്റുകാരല്ല. വളർന്നു വരുന്ന സാഹചര്യവും അതുപോലെ ആ ഒരു വ്യക്തിയെ അങ്ങനെ ആക്കി തീർക്കുന്ന സമൂഹവുമാണ് ഇതിന് ഉത്തരവാദികൾ. പലപ്പോഴും നിയമം ചോദ്യചിഹ്നമായി മാറുന്നുണ്ട്. നല്ലൊരു ശക്തമായൊരു നിയമമില്ലാത്തതിൻ്റെ ഒരു പോരായ്മ ക്രിമിനലുകൾ വളരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഗൾഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയ ക്രിമിനലുകളൊന്നും ഇല്ല. അവിടുത്തെ നിയമം സ്ട്രോങ് ആണ്. അതുകൊണ്ട് പലരും പേടിക്കും. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ഇപ്പം ലഹരിയുടെ അമിത ഉപയോഗം, ലഹരി മനുഷ്യനെ നശിപ്പിക്കും. അതേത് ലഹരിയാണേലും. അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ മോശമായിട്ടുള്ള പല കാര്യങ്ങളും പലരിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് വാർത്തകളാണ് കൂടുതലും മീഡിയാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ഏത് സെക്കൻഡിൽ ഏത് വാർത്ത നോക്കിയാലും അത് കൊടുക്കുന്നുണ്ട്. കാരണം നെഗറ്റീവ് വാർത്തകൾ കേൾക്കാൻ ആളുകളുള്ളതുകൊണ്ട് അത് കൂടുതലും അതിൻ്റെ ഒരു ടെലികാസ്റ്റ് കൂടുതലും നടത്തുന്നുണ്ട്. ലൈവായിട്ട് വളരെ പല ടെക്നോളജി പരമായിട്ട് അത് ആൾക്കാരിലോട്ട് എത്തിക്കുന്നത്, അത് ആൾക്കാർ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഒരിക്കലും ക്രിമിനലുകൾ പണ്ട് തൊട്ടേ ഉണ്ട്. എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്, ചീത്തയുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരിക്കലും അത് മോശക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാകുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ഒരു നല്ലൊരു സമൂഹം വാർക്കണമെങ്കിൽ അവനവന് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണോ, അല്ലെങ്കിൽ എൻ്റെ ഒരു മോശമായിട്ടൊരു ഇൻഫ്ലുവൻസ് കൊണ്ടാണോ ഒരാൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നതെന്നുള്ളൊരു എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ പല ആൾക്കാരെയും ജഡ്ജ് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരുടെ തെറ്റുകൾ കണ്ടുപിടിച്ച്. അപ്പോൾ ആ ഒരു നമ്മൾ പെർഫെക്റ്റ് ആണോ എന്ന് ആദ്യമേ ചിന്തിക്കുക, എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ. ഓക്കെ, താങ്ക് യു.